ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം വൺ ആൻഡ് ഓൾ. ഇന്ന് ചില നെറ്റ്വർക്ക് ഇൻസ്റ്റബിലിറ്റിയുടെ പ്രശ്നം കാരണം സ്ട്രീം കഴിഞ്ഞ സ്ട്രീം ബ്രേക്കായി. അപ്പോൾ ഞാനൊന്ന് പുതിയ സ്ട്രീം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു അറ്റംപ്റ്റ് കൂടെ ചെയ്യുകയാണ്. ഇനി എന്തെങ്കിലും തടസ്സം വരികയാണെങ്കിൽ അത് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ ചെറിയ നെറ്റ്വർക്കിൻ്റെ ഒരു സ്ലോ ആയിട്ടുണ്ട് ഇത്തിരി. എന്തെങ്കിലും കാലാവസ്ഥയായിട്ടൊക്കെ ബന്ധമുണ്ടോ എന്നറിയില്ല. എനിവേ, let us start with the class. So today we are going to discuss about block diagrams and signal flow graphs, and before that I have to stop with a bit of classes session remaining in the last class. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഇസഡ് ട്രാൻസ്ഫോം നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിൽ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ്, അതിൽ സ്റ്റാൻഡേർഡ് ട്രാൻസ്ഫോം പെയർസ്, സം കോമൺ ഇസഡ് ട്രാൻസ്ഫോം പെയർസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് വൈൻഡ് ചെയ്തിട്ട് നമുക്ക് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ലെറ്റ് us മൂവ് ഓൺ ടു ദി ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ സെറ്റ് ട്രാൻസ്ഫോം ഡിസ്കസ് ചെയ്ത് അതിൽ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ്, അതിൽ സ്റ്റാൻഡേർഡ് ട്രാൻസ്ഫോം പെയർസ്, കോമൺ so some common Z transform pairs. So you can draw a table. So with the sequence, here the input sequence, then the transform of the input sequence, then the region of convergence ROC. So first one, del of sequence del of n is an impulse signal, and the transform is given by 1, and the ROC is all Z. Number 2, U of n, which is the step signal, that is 1 divided by 1 minus z raised to minus 1. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി പ്രോബ്ലത്തിൽ ചെയ്തതാണ്, സോൾവ് ചെയ്തതാണ്. സെറ്റ് ട്രാൻസ്ഫോമിൻ്റെ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഉപയോഗിച്ച് നമുക്കിത് കണ്ടുപിടിക്കാവുന്നതാണ്. നമുക്ക് റെഡിലി ഇതിൻ്റെ റിസൾട്ട്സ് ആവശ്യമുണ്ട് പിന്നീട്. അപ്പോൾ ഈ റിസൾട്ട്സ് നമുക്ക് ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ചെയ്യാനുള്ള സിഗ്നൽ ഫ്ലോ ഗ്രാഫും അത്തരം കാര്യങ്ങൾക്ക് ഇത് ആവശ്യമുണ്ട്. ഓക്കെ, so here the ROC is modulus of Z greater than 1. Then third is minus U of minus n minus 1. So that is 1 by 1 minus Z raised to minus 1 again. And here now modulus of Z is less than 1, ROC modulus of Z less than 1.
Then number 4, del of n minus m. ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രീവിയസ്ലി കണ്ടത് ഫോൾഡഡ് ആൻഡ് ഷിഫ്റ്റഡ് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലാണ്. ഇവിടെ താഴെയുള്ളത് ഷിഫ്റ്റഡ് ഇമ്പൾസ് സിഗ്നലാണ്. ഡെൽ ഓഫ് n മൈനസ് എം എന്ന് പറയുന്നത് ഷിഫ്റ്റഡ് സിഗ്നലാണ്, ഇമ്പൾസ് സിഗ്നലാണ്. യു ഓഫ് മൈനസ് n മൈനസ് 1 എന്ന് പറയുന്നത് ഫോൾഡഡ് ആൻഡ് ഷിഫ്റ്റഡ് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലാണ്. Okay, so here the Z transform is Z raised to minus m, and the ROC is all Z except 0 if m is greater than 0, and all Z except infinity if m is less than 0. അഞ്ചാമതായിട്ട് a raised to n u of n. So this is a unit step signal with an coefficient, then exponential coefficient. Then we get 1 divided by 1 minus az raised to minus 1. Here the ROC is z greater than a. ഇത് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്തതാണ്. ഇപ്പോൾ Z ട്രാൻസ്ഫോമിൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്നപ്പം നമ്മളിത് ചെയ്തിരുന്നു. അടുത്ത നമ്പർ 6, that is minus a raised to n u of minus n minus 1. So which is 1 divided by 1 minus az raised to minus 1 for modulus of z less than modulus of a. Serial number, sequence, transform, ROC. The next one is oh my. So next is NA, the seventh one. NA raised to n u of n, that is az raised to minus 1 divided by 1 minus az raised to minus 1 the whole square. The modulus of z is greater than modulus of a. Number 8, minus n a raised to n u of minus n minus 1. Minus n a raised to n u of minus n minus 1, that is az raised to minus 1. The transform is az raised to minus 1 divided by
1 minus az raised to minus 1 the whole square. So this is the same, the case of shifted as well as the signal, original signal and the shifted signal, the result is same. This transform is the same. But here the ROC changes. ROC is modulus of Z is less than modulus of A. ഇവിടെ നമ്മൾ ഓരോന്നും ജസ്റ്റ് ഇതേപോലെ റിസൾട്ട്സ്, സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് പ്രോബ്ലത്തിൽ ആവശ്യമുണ്ടാവും. ഡെൽ ഓഫ് എന്നിൻ്റെത് ദാറ്റ് ഈസ് 1 ഫോർ ROC എന്ന് പറയുന്നത് ഓൾ ഇസഡ് ആണ്. ദെൻ യു ഓഫ് എന്നിൻ്റെത് ദാറ്റ് ഈസ് 1/1 മൈനസ് Z റേസ് ടു മൈനസ് 1 ഫോർ മോഡുലസ് ഓഫ് Z ഗ്രേറ്റർ ദാൻ എ ആണ് ROC. ദെൻ അടുത്ത സീക്വൻസ് മൈനസ് യു മൈനസ് എൻ മൈനസ് 1, ഇറ്റ് ഈസ് ദ സെയിം 1/1 മൈനസ് Z റേസ് ടു മൈനസ് 1. ഇവിടെ നോക്കുക, ഈ റിസൾട്ടുകൾ രണ്ടും, അതായത് ഒറിജിനൽ സിഗ്നലും ഷിഫ്റ്റഡ് സിഗ്നലിനും സെയിം ആ കിട്ടിയേക്കണം. പക്ഷേ എക്സെപ്റ്റ് ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് ROCയിലാണ്. ഇവിടെ ഫസ്റ്റ് കേസിൽ യു എഫ് എൻ്റെ കേസിൽ ROC എന്ന് പറയുന്ന മോഡുലസ് ഓഫ് Z ഗ്രേറ്റർ ദാൻ എ ആണ്. രണ്ടാമത്തെ ഷിഫ്റ്റഡ് ഫോൾഡഡ് ആൻഡ് ഷിഫ്റ്റഡ് സിഗ്നലിൻ്റെ കേസിൽ റിസൾട്ട് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് പ്രീവിയസ് ആയിട്ട് നോക്കുമ്പോൾ സെയിം ആണ്, അതേ റിസൾട്ട് തന്നെയാണ്. പക്ഷേ ഇവിടെ ROC എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തു, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് Z ഈസ് ലെസ് ദാൻ 1. അടുത്തത് ഷിഫ്റ്റഡ് ഇമ്പൾസ് സിഗ്നലാണ് കാണിച്ചിരിക്കുന്നത്, ഡെൽ ഓഫ് എൻ മൈനസ് എം. അപ്പോൾ ഇവിടെ ഡെൽ ഓഫ് എൻ എന്നുള്ളത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഷിഫ്റ്റ് എം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഡെൽ ഓഫ് എൻ മൈനസ് എം. സോ ഹിയർ ബട്ട് ദി transform is Z raised to minus m. But here the ROC is all Z except 0 if m is greater than 0. Then ഇവിടെ അടുത്ത all same ഇതിന് വേറൊരു കണ്ടീഷൻ കൂടെ ഉണ്ട്, all Z except infinity if m is less than 0. ഇപ്പോൾ m greater than 0 ആവുന്ന സമയത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ m എന്ന് പറയുന്നത് greater than 0 ആകുമ്പോഴും ലെസ് ദാൻ 0 ആകുമ്പോഴും ഇവിടെ രണ്ട് കണ്ടീഷനാണ് കാണിച്ചിട്ടുള്ളത്. ദെൻ എ റേസ് ടു എൻ യു ഓഫ് എന്നിൻ്റെത് 1/1 മൈനസ് എ ഇസ് റേസ് ടു മൈനസ് 1 ഫോർ ROC എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് Z ഗ്രേറ്റർ ദാൻ എ ആണ്. ദെൻ ഇവിടെ മൈനസ് അതിൻ്റെ ഷിഫ്റ്റഡ് ഫോൾഡ് സിഗ്നൽ കാണിച്ചിരിക്കുന്നത് മൈനസ് എ റേസ് ടു എൻ യു ഓഫ് മൈനസ് എൻ മൈനസ് 1ൻ്റെത് 1/1 മൈനസ് എ ഇസ് റേസ് ടു മൈനസ് 1. സോ ദ സെയിം Z ട്രാൻസ്ഫോം റിസൾട്ട് നമുക്ക് ഇവിടെ കിട്ടിയത്. പക്ഷേ ഇവിടെ ROC എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് Z ഇസ് ലെസ് ദാൻ എ ആണ്. ഓക്കെ, ഇവിടെ ഗ്രേറ്റർ ആണെങ്കിൽ ഇവിടെ ലെസ് ദാൻ ആണ്. അടുത്ത 7th എൻ എ റേസ് ടു യു ഓഫ് എൻ എന്ന് പറയുന്നത് വി ഗോട്ട് ദാറ്റ് ഈസ് എ ഇസഡ് റേസ് ടു മൈനസ് 1 /1 മൈനസ് എ ഇസഡ് റേസ് ടു മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. ഇതാണ് ട്രാൻസ്ഫോം. അതിൻ്റെ ROC എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് Z ഈസ് ഗ്രേറ്റർ ദാൻ എ ആണ്. ഇനി അത് ഷിഫ്റ്റ് ചെയ്യുകയും ഫോൾഡ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് കിട്ടുന്നത് യു ഓഫ് മൈനസ് എൻ മൈനസ് 1 ആണെന്ന് കിട്ടുന്നത്. ദെൻ നെഗറ്റീവ് സൈൻ ഇവിടെ കാണാം, മൈനസ് എൻ എ റേസ് ടു എൻ യു ഓഫ് മൈനസ് എൻ മൈനസ് 1. ഓക്കെ, സോ ഇവിടെ കിട്ടുന്ന റിസൾട്ട് Z ട്രാൻസ്ഫോം റിസൾട്ട് എന്ന് പറയുന്നത് സെയിം ആണ്, ദാറ്റ് ഇസ് എ ഇസഡ് റേസ് ടു മൈനസ് 1 ഡിവൈഡഡ് ബൈ 1/1 മൈനസ് എ ഇസഡ് റേസ് ടു മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. സോ എ ഇസഡ് റേസ് ടു മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എ ഇസഡ് റേസ് ടു മൈനസ് 1 ദ ഹോൾ സ്ക്വയർ where modulus of Z is less than A. So note that the difference in ROC. ROCയിലുള്ള വ്യത്യാസം ഇവിടെ നമുക്ക് കാണാം. ദെൻ അടുത്തത് cos omega 0 n u of n, that is 1 minus cos omega 0 Z raised to minus 1 the whole divided by 1 minus 2 cos omega 0 Z raised to minus 1 into Z raised to minus 1 plus Z raised to minus 2 raised to minus 2 for modulus of Z greater than 1. Next is sin omega 0 sin
sin omega 0 n u of n, that is the z transform is sin omega 0 z into z raised to minus 1 divided by 1 minus 2 cos omega 0 into z raised to minus 1 plus z raised to minus 2. For modulus of, so ROC എന്ന് പറയുന്നത് modulus of z greater than 1 ആണ്. Okay, so next 11th one. Serial number, sequence, transform, then ROC. Next is R raised to n cos omega 0 n u of n. The transform is 1 minus r cos omega 0 into z raised to minus 1 the whole divided by 1 minus 2r cos omega 0 z raised to minus 1 plus r square z raised to minus 2. Modulus of z greater than r. What is z? Modulus of z greater than modulus of r. Then next 12th one, r raised to n sin omega 0 n u of n. So the transform is r sin omega 0 z raised to minus 1 the whole divided by 1 minus 2r cos omega 0 z raised to minus 1 plus r square z raised to minus 2. The modulus of z greater than modulus of r. ഇവിടെ ജസ്റ്റ് ലാസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നു. ഒന്ന് ഒരു അർജൻറ്റ് കോളാണ്. ഹലോ, ആ അവിടെ എത്തിയില്ലേ? ആ ഓക്കെ. അപ്പോൾ അവിടുന്ന് പിന്നെ നേരെ താഴത്തേക്ക് ഒരു റോഡ് കിട്ടല്ലോ, കുത്തനെ ഇറങ്ങുന്ന റോഡ് മുമ്പോട്ട് തന്നെ, അതായത് സ്ട്രെയിറ്റ് റോഡ് വന്ന വഴിയേ. അല്ല, ഇപ്പൊ ഇരിക്കുന്ന ഗസ്റ്റ് ഹൗസിന് മുമ്പിലല്ലേ?
ലെഫ്റ്റിൽ കാണുന്നു. ലെഫ്റ്റ് ഇറക്കത്തിൽ ഫസ്റ്റ് വരും. ഓക്കെ, ഞാൻ എന്താ വരും. ഞാൻ ക്ലാസ് റെസ്യൂം ചെയ്യാം. ഒന്ന് ഹോൾഡ് ചെയ്യണം കേട്ടോ.